ഊരാളുങ്കലിന് അനുമതി പുതുക്കി നൽകിയ സംസ്ഥാന സർക്കാർ ടെൻഡറില്ലാതെ സർക്കാർ പദ്ധതികളുടെ കരാർ തുടർന്നും ഏറ്റെടുക്കാം. ഈ മാസം 31 വരെയാണ് കാലാവധി നീട്ടി നൽകിയത്. ഊരാളുങ്കലിന് ടെൻഡറില്ലാതെ കരാർ നൽകുന്നതിനെതിരെ പ്രതിപക്ഷത്തിരുന്നപ്പോൾ UDF രംഗത്ത് വന്നിരുന്നു. വിവരങ്ങളുമായി അഞ്ജു കൂടി ചേരുന്നുണ്ട്. അഞ്ജു, ഇപ്പോൾ ഊരാളുങ്കൽ ഉൾപ്പെടെ 46 ഏജൻസികൾക്കാണ് സർക്കാർ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. ഈ UDF സർക്കാർ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഊരാളുങ്കലിനെതിരെ രംഗത്ത് വന്നതാണ്. തീർച്ചയായും അവന്തിക, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് ഈ ടെൻഡറുകളില്ലാതെ തന്നെ കരാറുകൾ പൊതുമരാമത്ത് വകുപ്പിൻ്റെ പ്രവർത്തികൾ ചെയ്യാനുള്ള കരാറുകൾ നൽകിയത്. 2 വർഷത്തേക്കായിരുന്നു അന്ന് കരാർ നൽകിയിരുന്നത്. ആ കരാർ ഇറക്കിയ സമയത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധവും വിമർശനങ്ങളും ഒക്കെ ഉയർത്തിയവരാണ് ഇന്ന് അധികാരത്തിലേറിയപ്പോൾ അതേ ഊരാളുങ്കലിനെ പുതുക്കി നൽകിയിരിക്കുന്നത്, ആ കരാർ പുതുക്കി നൽകിയിരിക്കുന്നത്. ആ കരാർ പ്രകാരം ഈ 2 വർഷ കാലാവധി മെയ് 31-ാം തീയതി അവസാനിച്ചിരിക്കുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ മാസം 31 വരെ പ്രവർത്തികൾ തുടരാനുള്ള അനുമതി ഊരാളുങ്കൽ അടക്കമുള്ള 46 ഏജൻസികൾക്ക് നൽകിയിരിക്കുന്നത്. അതിലാണ് ഏറ്റവും പ്രധാനമായിട്ടും ഊരാളുങ്കലിന് കൂടി ഈ കരാർ പുതുക്കി നൽകിയത് എന്നുള്ള കാര്യമാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരണം അത് ഈ പ്രതിപക്ഷത്തിരുന്ന സമയത്ത് ഏറ്റവും അധികം വിമർശനങ്ങൾ ഉയർത്തിയത് ഊരാളുങ്കലിനെതിരെയാണ്. ഊരാളുങ്കലിന് സംസ്ഥാന സർക്കാർ പ്രവർത്തികൾ നൽകുന്നതും ഈ കരാർ നൽകുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വിവാദങ്ങളായിരുന്നു അവർ ഉയർത്തിയിരുന്നത്. അന്വേഷണം അടക്കം പ്രഖ്യാപിക്കണമെന്നടക്കം ഈ പ്രതിപക്ഷത്തിരുന്നപ്പോൾ VD സതീശനടക്കം ഉന്നയിച്ചിരുന്നു. അതേ VD സതീശൻ്റെ ധനവകുപ്പ് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ആ ഉത്തരവ് പ്രകാരം ഈ മാസം 31 വരെ ഈ ടെൻഡറുകളില്ലാതെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ വിവിധ പ്രവർത്തികളിൽ പ്രവർത്തികൾ നടത്താനുള്ള കരാറാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും അവസാനം ഈ പ്രതിപക്ഷത്തിരുന്ന സമയത്ത് ഉയർത്തിയ ആരോപണങ്ങൾക്കെല്ലാം മറുപടി എന്നോണം ഭരണപക്ഷത്തിരുന്നപ്പോൾ അംഗീകരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, നിയമസഭയിൽ പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ തന്നെ അത് അംഗീകരിച്ചിരുന്നു. ഈ ഊരാളുങ്കലിൽ നല്ല രീതിയിലുള്ള ഗുണമേന്മയുള്ള പ്രവർത്തികളാണ് നൽകുന്നത്. അവർക്കെതിരെ ഇതുവരെയും ഒരു പരാതി ഉയർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇപ്പോൾ കരാർ പുതുക്കി നൽകുന്നതും. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത്, അവർക്കെതിരെ പരാതികൾ ഉയരാത്തത് കൊണ്ട് തന്നെ അവരുടെ പ്രവൃത്തിയെ നമുക്ക് തെറ്റായി കാണാൻ പറ്റില്ല. നല്ല ഗുണമേന്മയുള്ള പ്രവർത്തികൾ തന്നെയാണ് അവർ നൽകുന്നത്. അവർക്ക് വർക്ക് ലോഡ് കൂടുതലായതുകൊണ്ട് മാത്രമാണ് ചില പ്രവർത്തികൾ താമസിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ. അതായത് ഊരാളുങ്കലിനെ ഒരു പ്രശംസിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു ഈ സർക്കാരിന്. അത് കഴിഞ്ഞ ദിവസം പൊതുമരാമത്ത് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് തന്നെ അത് കൃത്യമായി തന്നെ അദ്ദേഹം ഊരാളുങ്കലിനെ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. അതിനൊടുക്കമാണ് ധനവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഉത്തരവ് ഇറങ്ങുന്നത്. അത് VD സതീശന് തന്നെ ഒടുക്കം, അതായത് ഈ ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്ന VD സതീശന് തന്നെ ഒടുക്കം ഊരാളുങ്കലിനെ പ്രശംസിക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കരാർ ഇപ്പോൾ പുതുക്കി നൽകിയിരിക്കുന്നത്. എന്തായാലും ടെൻഡർ ഇല്ലാതെ പൊതുമരാമത്ത് വകുപ്പിൽ ഇപ്പോൾ എന്തൊക്കെ പ്രവർത്തികളാണോ ഊരാളുങ്കൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ പ്രവർത്തികൾ ഇനി ഊരാളുങ്കലിന് തുടരാം. അതിനുള്ള അനുമതിയാണ് ധനവകുപ്പിൽ നിന്ന് നൽകിയിരിക്കുന്നത്. 31-ാം തീയതി വരെ, അതായത് ഈ മാസം 31 വരെ ആ പ്രവർത്തികൾ തുടരാം. എന്തായാലും ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഊരാളുങ്കലിനെ ഒടുക്കം UDF-ഉം VD സതീശനും അടക്കമുള്ളവർ അംഗീകരിച്ചിരിക്കുകയാണ്. ഊരാളുങ്കലിലെ പ്രവർത്തികളെ അഭിനന്ദിക്കുകയാണ് എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അവന്തിക.